ഹലോ. അപ്പം ഡേ 1 ഞാൻ ഇതേ വേഷം തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ സംസാരം കുറച്ച് സൈലൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ അങ്ങനെ നിന്ന് എൻ്റെ ഫേസ് തന്നെ കണ്ടു സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ ഞാൻ ശരിയാണോ എന്നൊക്കെ ഒരു തോട്ടായിരുന്നു. ഇതാവുമ്പോൾ ഞാൻ ക്യാമറ തിരിച്ച് വെച്ച് ബാക്ക് ക്യാമിലാണ് എടുക്കുന്നത്. ഞാൻ മറ്റേത് ഡേ 1 ഭാഗമാണെന്ന് ഞാൻ ഫ്രണ്ട് ക്യാം വെച്ചാണ്. അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട്. സോ ഡേ 2 ആണിത്. ഡേ 2 നടക്കാൻ പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് അമ്മയ്ക്ക് വയ്യായിരുന്നു. സോ ഞങ്ങൾ നടക്കാൻ പോയില്ല. അപ്പം ഇന്ന് യോഗ ചെയ്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഡേ 2. ഡേ 1 ഫുൾ റെസ്റ്റ് ആയിരുന്നു. സൺഡേ ആയിരുന്നു. സാറ്റർഡേ വരെ ഞാൻ വർക്കൗട്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൺഡേസ് ഓൾവേസ് റെസ്റ്റ് ഡേ ആയിരിക്കും. പക്ഷെ ഡയറ്റ്, നോ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും. അപ്പം നിങ്ങളത് കണ്ടിട്ട് അവർക്കും അതിലെവിടെ ഡയറ്റ് എന്നവർക്കും ചെറുതായിട്ട് ഡയറ്റ് ഉള്ളൂ. അതായത് ഇന്ന് തൊട്ടാണ് പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് സലാഡ് തിന്നുക അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കത്തില്ല. വീട്ടിലെ ഫുഡ് വെച്ച് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. എനിക്ക് അതിൽ എൻ്റെ വെയിറ്റ് പറയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നൗ ഐ എം സ്റ്റിൽ 73 kg ആണ്. അപ്പം അതിൽ നിന്ന് എനിക്ക് തിരിച്ച് കൊണ്ടുവരണം. എനിക്കൊരു 69 68 എത്തിക്കണം. അതാണ് എൻ്റെ ഈ 50 days ചലഞ്ചിൻ്റെ ഉദ്ദേശം. അപ്പം ജിമ്മിൽ പോകുന്നതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടുങ്ങി സംസാരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഒത്തിരി നാളായി ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞേച്ച് ഇപ്പോഴാണ് സംസാരിക്കുന്നത്. സോ ഇച്ചിരി ബോറിംഗ് ആവുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സംസാരം നിർത്തുകയാണ്. കാരണം എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുത്താണ് ഇപ്പം ഇഷ്ടപ്പെടുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നുള്ള ഇതിലാണ്. അപ്പം ഇതെൻ്റെ ഡേ 2 ആണ്. ഡേ 2 യോഗ, മെഡിറ്റേഷൻ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി നേരെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിക്കുന്നതും കാണാം. സോറി, ഫുഡ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഡേ 2 ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഉലുവ വെള്ളം ഒരു 1/2 ഗ്ലാസ്സോളം കുടിക്കും കേട്ടോ. ഒരു കുപ്പി നിറച്ച് വെള്ളം എടുക്കാം. ഇതൊരു 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പം നിറച്ചൊന്നെടുത്ത് നമ്മുടെ വയറൊന്ന് നിറയ്ക്കട്ടെ. ഓക്കെ, കുപ്പി ഒന്ന് നിറയ്ക്കട്ടെ. എന്നിട്ട് ഡേ 2 ഞാൻ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഒരു ചപ്പാത്തിയും കുറച്ച് കടലക്കറിയായിരുന്നു. അതിന് കുറച്ചുകൂടെ കടലക്കറി കഴിച്ചു. കാരണം നമ്മുടെ വയറൊന്ന് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും നല്ലതായിട്ട് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡെയിലി ബുക്ക് വായിക്കണം എന്നുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അന്ന് ഡേ 2 ഞാൻ വായിച്ചു. ഒരു 10 പേജസോളം മിനിമം വായിക്കണമെന്നുണ്ട്. ഞാൻ 10 പേജസോളം വായിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോട്ടയം പോകണമായിരുന്നു. എനിക്കൊന്ന് ബാങ്കിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അതൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ലഞ്ച് റെഡിയായിരുന്നു. ലഞ്ച് ദോശയും കടലക്കറിയും, രാവിലത്തെ കടലക്കറിയും പയറുകറിയും പിന്നെ വെണ്ടയ്ക്ക ഒലത്തിയതുമായിരുന്നു. അത്രയും ഞാൻ കഴിച്ചു. അത്രയും ഞാൻ കഴിച്ചുള്ളൂ. കാരണം നമ്മൾ ചോറ് ഞാൻ കഴിക്കുന്നില്ല അധികം, അങ്ങനെ ഇടയ്ക്കേ കഴിക്കാറുള്ളൂ. അപ്പം ആദ്യം ഇത്രയും കഴിക്കും. കറിയാണ് കൂടുതൽ എപ്പോഴും എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുള്ളത്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വൈകുന്നേരം ജിമ്മിൽ പോകണ്ട. ഞാൻ 3 o'clock ആകുമ്പോൾ ജിമ്മിൽ പോകും. അന്നേരം ഞാൻ ഈ എനർജി ബോൾ ഒരെണ്ണം കഴിച്ചിട്ടായിരുന്നു പോയത്. എന്നിട്ട് ജിമ്മിൽ ചെന്ന് കഴിഞ്ഞ് ഞാനായിരിക്കും ആദ്യം അവിടെ എപ്പോഴും ട്രെയിനറിന് മുമ്പേ എത്തുന്നത് ഞാനായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മിക്കവാറും ഞാനായിരിക്കും ചെല്ലുന്നത്. അപ്പം ഡോറൊക്കെ തുറന്ന് ഞാനാണ് ജിമ്മിൽ ആദ്യം കയറുന്നത്. അപ്പം ഞാൻ ജിമ്മിൽ കയറുവാണ് കേട്ടോ. ജിമ്മിൽ കയറി ആദ്യം പോകുന്നത് കാർഡിയോ ചെയ്യാനാണ്. ഒന്നെങ്കിൽ ട്രെഡ്മില്ല്, അല്ലെങ്കിൽ ക്രോസ് ട്രെയിനർ, അല്ലെങ്കിൽ സൈക്ലിംഗ് പോലത്തെ അതേലായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ പപ്പാതി വെച്ചായിരിക്കും. 30 minutes ആണ് ചെയ്യേണ്ടത്. 15 minutes ഏതെങ്കിലും ഒരെണ്ണം, 15 minutes വേറൊരെണ്ണം എന്നുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിലവിടെ എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ജിമ്മ് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഞാൻ എപ്പോഴും എഗ്ഗാണ് കഴിക്കാറുള്ളത്. അപ്പം ഇപ്പം നൊയമ്പായതുകൊണ്ട് ഞാൻ സലാഡ് പോലെ കുക്കുംബറും ക്യാരറ്റും കൂടെ കഴിച്ചു. ഇച്ചിരി തൈരൊക്കെ ഇട്ട്. തൈരൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ള കാര്യമാണ്. അത് കഴിക്കാത്തവരാണെങ്കിൽ മാക്സിമം കഴിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ഡേ
ഡേ 3 എനിക്കൊരു മരണം ഉണ്ടായിരുന്നു, അവിടെ പോകേണ്ട വന്നു. പോയിട്ട് വന്നപ്പം ബന്ധായതുകൊണ്ട് തന്നെ ഒറ്റ കടയില്ലായിരുന്നു. പിന്നെ ഏകദേശം കോട്ടയത്താണ് എനിക്കൊരു കട കിട്ടിയത്. ഞാൻ അവിടെ കയറി കിട്ടിയത് കഴിക്കുക എന്നുള്ള ഓപ്ഷനായിരുന്നു. നല്ല വിശപ്പായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഡേ 3 അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ല. ഡേ 3 ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു സാൻഡ്വിച്ചും ഇച്ചിരി പൊട്ടറ്റോ വെഡ്ജസും ആയിരുന്നു കഴിച്ചത്. സാൻഡ്വിച്ച് വെജ് സാൻഡ്വിച്ചാണ്. അതിനകത്ത് ബീട്രൂട്ട്, പൊട്ടേറ്റോ, കുക്കുംബർ എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് ഡേ 3 ആൻഡ് ഡേ 4 ഞാൻ ഒരുമിച്ചാണ് കാണിക്കുന്നത്. ഡേ 2 ആൻഡ് ഡേ 3 ഒരുമിച്ചാണ് കാണിക്കുന്നത്. ഡേ 4 കാണാം. ബൈ.